ബെന്നിച്ചേട്ടൻ ആരാ? ചേട്ടൻ എന്നെ അറിയില്ല. ഞാനൊരു ഡോക്ടറാണ്. ഒരു കാര്യം അന്വേഷിച്ചു വന്നത്. ആ, ഇരിക്കും സാറേ. താങ്ക് യു. ചേട്ടൻ മറയൂർ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്തിട്ടില്ലേ? ഉവ്വ, അതിപ്പൊന്നുമല്ല, ഒരു 10-30 കൊല്ലം മുമ്പാ. അപ്പോഴത്തെ കാര്യം തന്നെ എനിക്കും അറിയേണ്ടത്. അവിടെ ചേട്ടൻ ജോസഫ് എന്ന് പറഞ്ഞൊരു മാനേജറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ലേ? പിന്നെ ഞാൻ 2 കൊല്ലം മൊത്തം വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിൽ 1.5 കൊല്ലം ജോസഫ് സാറിന്റെ കൂടെ ആയിരുന്നു. അല്ല, ജോസഫ് സാറ് മരിച്ചിട്ട് കുറച്ചായില്ലേ? ആക്ച്വലി എനിക്ക് ജോസഫിനെ കുറിച്ചല്ല അറിയേണ്ടത്. അദ്ദേഹത്തിന്റെ മകളെ ഓർമ്മയുണ്ടോ? ആര്, ഏഞ്ചലിനെയോ? അതെ, ഏഞ്ചലിനെ. അല്ല, സാറ് ഡോക്ടറാണെന്നല്ലേ പറഞ്ഞ്? അതെ. മനോരോഗത്തിന്റെ ഡോക്ടറാണോ? എന്താ അങ്ങനെ തോന്നാൻ കാരണം? അല്ല, അവിടെ ഒരു എണ്ണംകെട്ട ചെക്കനുണ്ടായിരുന്നു. അവന്റെ കൂടെ കൂട്ടുകൂടിയതിനു ശേഷം ആ കുട്ടിയിൽ അങ്ങനെ കുറെ മിസ്സിംഗ് ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാ ജോസഫ് സാർ ആ കുട്ടിയെ അവിടെ നിന്ന് മാറ്റിയത്. കുഴപ്പങ്ങളെന്ന് വെച്ചാ അന്ന് എന്താണ് ഏഞ്ചൽ കാണിച്ചതെന്ന് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ? കുറെ കൊല്ലം മുമ്പുള്ള കാര്യമല്ല സാറേ, അങ്ങനെ കാര്യമായിട്ടൊന്നും ഓർമ്മയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, ആ കുട്ടി വെറുതെ ഇരിക്കുമ്പോഴൊക്കിടയ്ക്ക് മയങ്ങി വീഴാറുണ്ടായിരുന്നു. തലയിറങ്ങി വീഴുന്ന നമ്മൾ കരുതുക, പക്ഷെ ശരിക്കും മയങ്ങി പോകുന്ന.